വെൽക്കം ടു സർവീസ് നിയർ. സർവീസ് നിയറിൽ ക്രിയേറ്റ് ചെയ്തൊരു ജോബിൻ്റെ പാർട്സും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റും ആഡ് ആക്കിക്കൊണ്ടുള്ള പേയ്മെൻറ്റ് ഫ്ലോ ആണ് ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. സോ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു ജോബ് സെലക്ട് ചെയ്യുക. ശേഷം അതിൻ്റെ കോസ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോവുക. ഇവിടെ നമുക്ക് പാർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് സെർച്ച് ബാർ ഉണ്ട്. ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള പാർട്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇനി അതല്ല പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഐക്കൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഫോം അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതാണ് സർവീസ് ചാർജ് ഡീഫോൾട്ടായിട്ട് വരുന്നതാണ്. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഏതെങ്കിലും സർവീസസ് ആഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആഡ് ആക്കാം. ഇനി അതല്ല എങ്കിൽ നമുക്ക് ആഡ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് പേയ്മെൻറ്റിൻ്റെ സെക്ഷൻ വരുന്നത്. ഇവിടെ നമുക്ക് പാർട്സിൻ്റെ കോസ്റ്റ് 350 കാണിച്ചിട്ടുണ്ട്. പാർട്സിൻ്റെ ഡിസ്കൗണ്ട് ഒന്നുമില്ല, സോ 0 കാണിച്ചിട്ടുണ്ട്. സർവീസ് കോസ്റ്റ് 100 കാണിച്ചിട്ടുണ്ട്. സർവീസ് ഡിസ്കൗണ്ട് 0 കാണിച്ചിട്ടുണ്ട്. ആൻഡ് അഡീഷണൽ ഡിസ്കൗണ്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ 50 കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഡിസ്കൗണ്ട് 50 വന്നു. ആൻഡ് ടോട്ടൽ കോസ്റ്റ് 450. സോ അഡ്വാൻസ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കാം. ഇപ്പം ഒന്നും പേ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ മേടിക്കുന്നുണ്ട്, ആഡ് ആക്കുന്നുണ്ട് എങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ശേഷം ഫൈനൽ എമൗണ്ട് 400 വന്നിട്ടുണ്ട്. സോ നമുക്ക് 2 തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യാം. ഒന്ന്, ഇതൊക്കെ ഫില്ല് ചെയ്ത് നേരെ പോയി പേ ആൻഡ് കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പോപ്പപ്പ് വരും പേയ്മെൻറ്റ് മെത്തേഡ് ചൂസ് ചെയ്യാനായിട്ട്. മെത്തേഡ് ചൂസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ഇനി അതല്ലെങ്കിൽ നമുക്കിത് സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഏതെങ്കിലും പാർട്ട് വീണ്ടും ആഡ് ആക്കണമെങ്കിൽ ആഡ് ആക്കാം. സേവ് ചെയ്തത് ഡീറ്റെയിൽസ് ഒന്നും പോവില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. സോ നമുക്ക് അങ്ങനെയും പേയ്മെൻറ്റ് നടത്താം. സോ ഞാനിവിടെ ഫസ്റ്റ് തന്നെ സേവ് ചെയ്തിട്ടുള്ള ഫ്ലോ ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമുക്ക് അടിയിൽ ക്യാൻസൽ ആൻഡ് സേവ് എന്നിട്ട് 2 ബട്ടൺ കാണാം. സോ സേവ് ക്ലിക്ക് ചെയ്യാം. സോ അഗെയിൻ ലിസ്റ്റിൽ വന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ സേവ് ചെയ്തൊക്കെ ഓൾറെഡി നമ്മൾ എന്തൊക്കെ ഇപ്പോൾ പാർട്സ് ആഡ് ചെയ്തത് അതുപോലെ തന്നെ സർവീസ് ആഡ് ചെയ്തതൊക്കെ സേവായി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് പുതിയൊരു പാർട്ട് വേണമെങ്കിൽ ഇതിൽ ആഡ് ആക്കാം. ഞാൻ സ്ക്രീൻ കാർഡ് ആഡ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 20 rupees ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്തു. സോ ഇവിടെ ടോട്ടൽ 650 പാർട്സിൻ്റെ കോസ്റ്റ് വന്നു. പാർട്ട് ഡിസ്കൗണ്ട് 20 വന്നിട്ടുണ്ട്. സർവീസ് കോസ്റ്റ് 100 ആണ്. സർവീസ് ഡിസ്കൗണ്ട് ഒന്നുമില്ല, സോ 0 ആണ്. അഡീഷണൽ ഡിസ്കൗണ്ട് നമ്മൾ 50 കൊടുത്തിട്ടുണ്ട്.